അഖില് പറഞ്ഞു വെച്ച് നോക്കുമ്പോ കുട്ടിയുടെ ഫയൽ വാങ്ങാൻ പോയ സ്ഥലത്ത് വെച്ചാ ഫോൺ സ്വിച്ച് ഓഫ് ആയത്. അതെ, ആരോ ഫയല് കൊടുക്കാന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് കുട്ടേട്ടനെ പൊക്കിതാവാനാണ് സാധ്യത. കുട്ടേട്ടൻ അണ്ടർകവർ ടീമിന്റെ ഭാഗമാണെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ടാവണം. ആരൊക്കെയാടാ നിന്റെയൊക്കെ അണ്ടർ കവർ പോലീസ് ടീമിലുള്ളത്? സത്യം പറഞ്ഞാൽ നിനക്കുള്ള മേനോൻ സാറ് വന്നു കഴിഞ്ഞാൽ നിന്നെ കൊന്നുകളയും. ചാകണ്ടെങ്കിൽ വേഗം പറഞ്ഞോ. എനിക്കറിയാത്ത കാര്യം ഞാൻ എങ്ങനെ പറയാനാ? എന്നെ ഇങ്ങനെ ഉപദ്രവിച്ച ഞാൻ ചത്തു, അല്ലാതെ ഒരു പ്രയോജനവും ഇല്ല. അപ്പൊ നീ മരിക്കാൻ തീരുമാനിച്ച തന്നെ അല്ലേ? ഇവനൊന്നും പറയുന്നില്ല സാർ. എങ്കിലിനി ഇടിച്ച് ബുദ്ധിമുട്ടണ്ട, ഇവനങ്ങ് തീർത്തേക്കാം. ഞാൻ ജോർജ് സാറിൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നേ ഉള്ളൂ. അണ്ടർ കവർ ടീമിൽ ആരൊക്കെയാണെന്ന് ജോർജ് സാറിന് മാത്രമേ അറിയൂ. ഒരവസരം കൂടി നിനക്ക് തരാം. അവരാരാണെന്ന് പറഞ്ഞാ നിന്നെ വെറുതെ വിടാം. ഇനിയുള്ള കാലം ജോലിക്ക് പോവാതെ ജീവിക്കാനുള്ള പണവും തരാം. എനിക്കറിയില്ല. അറിയാമെങ്കിൽ ഞാൻ ഈ അടി മൊത്തം കൊള്ളുവോ? ആദ്യത്തെ ഇടിക്ക് സത്യമെല്ലാം പറയൂലേ? എന്നെ വെറുതെ കേട്ടാ അതാരൊക്കെയാണെന്ന് കണ്ടുപിടിച്ച് അന്വേഷിച്ച് പറയാം. ഇവനെല്ലാം അറിയാം. ഇവൻ പറയാത്തതാ. സത്യം പറയുന്നത് വരെ ഇവൻ ആഹാരമോ വെള്ളമോ കൊടുക്കരുത്. കേട്ടല്ലോ? ശരി സാർ. പറയുന്നോ നിനക്ക് നല്ലത്? ദുർഗേ, കുട്ടേട്ടൻ വിളിക്കാന്ന് പറഞ്ഞിട്ട് ഇതുവരെ വിളിച്ചില്ലല്ലോ. ശരിയാണല്ലോ, തനിക്കൊന്ന് വിളിച്ചു നോക്കായിരുന്നില്ലേ? ഞാൻ വിളിച്ചതാ കിരൺ, പക്ഷെ കോൾ എടുക്കുന്നില്ല. താൻ ടെൻഷനാവാതെ ഞാനൊന്ന് വിളിച്ചു നോക്കാം. സ്വിച്ച് ഓഫ് ആണല്ലോ. അപ്പൊ എന്തോ കുഴപ്പമുണ്ട്. ഉടൻ തന്നെ അഖിലിനെ വിളിച്ച് കുട്ടേട്ടന്റെ ഫോൺ ട്രേസ് ചെയ്യാൻ പറയാം. അതെ, താൻ വേഗം വിളിക്കേ. ഹലോ ജെഡി. ഹലോ, കുട്ടേട്ടനെ വിളിച്ചിട്ട് കോള് കിട്ടുന്നില്ല. ഉടൻ തന്നെ കുട്ടേട്ടന്റെ ഫോൺ ട്രേസ് ചെയ്യണം. ഓക്കെ ജെഡി, ഇപ്പൊ തന്നെ ചെയ്യാം.
ലൊക്കേഷൻ കിട്ടിയ ഉടനെ അറിയിക്കണം. ശരി, ഉടനെ അറിയിക്കാം. ആ ഓക്കെ. കുട്ടേട്ടൻ ഒന്നും പറ്റില്ല, താൻ ധൈര്യമായിട്ടിരിക്കെ. അപ്പൊ ഇവിടെയാണ് കുട്ടേട്ടന്റെ ഫോൺ ഓഫായത്. ഉടനെ JDയെ വിളിച്ച് വിവരം അപ്ഡേറ്റ് ചെയ്യാം. അഞ്ജനയാണല്ലോ, ഇപ്പൊ എന്ത് പറയും? ഹലോ, എന്താ പരിപാടി? ഫുഡൊക്കെ കഴിച്ചോ? അഞ്ജു, ഞാനൊരു ഇമ്പോർട്ടന്റ് വർക്കില്ല. ഇതൊന്ന് തീർത്തിട്ട് ഞാൻ തിരിച്ചു വിളിക്കാം. കുറച്ചേരം സംസാരിച്ചിട്ട് വെച്ചാ പോരെ? പറ്റില്ല അഞ്ജു, അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ തന്നെ ക്ലയന്റിനെ വിളിക്കണം. ഹലോ ഹലോ അഖിൽ, കട്ടായാലോ? കഷ്ടായിപ്പോയി. ഈ ഏടായിട്ട് അഖിലിന് എന്നോട് സംസാരിക്കാൻ പോലും സമയമില്ലല്ലോ. എപ്പോഴും തിരക്കിലാണല്ലോ. ശരിക്കും വർക്കിന്റെ തിരക്ക് തന്നെയാണോ അതോ എന്നെ അവോയ്ഡ് ചെയ്യാണോ? ആലോചിച്ചിട്ടൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അഖില് പറഞ്ഞു വെച്ച് നോക്കുമ്പോ കുട്ടേട്ടൻ ഫയൽ വാങ്ങാൻ പോയ സ്ഥലത്ത് വെച്ചാ ഫോൺ സ്വിച്ച് ഓഫ് ആയത്. അതെ, ആരോ ഫയല് കൊടുക്കാന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് കുട്ടേട്ടനെ പൊക്കിയതാവാനാണ് സാധ്യത. കുട്ടേട്ടൻ അണ്ടർകവർ ടീമിന്റെ ഭാഗമാണെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ടാവണം. ഉം. മെയിനോനും അയാളുടെ ആൾക്കാരും പിന്നെ അണ്ടർകവർ ടീമിനോട് ശത്രുതയുള്ളവരും മാധ്യമങ്ങളും എല്ലാം ആരാണ് അണ്ടർകവർ ടീമിലുള്ളവരെന്ന് അറിയാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അതിലവർക്ക് ആകെ അറിയാവുന്നത് IG ജോർജ് സാറാണ് ടീമിന്റെ ചാർജ് എന്ന. സാറിന്റെ കൂടെ ഉണ്ടായിരുന്ന കുട്ടേട്ടൻ ഇപ്പോ ഓഫീസിലില്ലാത്തതും മറ്റ് സ്റ്റേഷൻ ഡ്യൂട്ടിയിൽ ഇല്ലാത്തതും ഓഫീസിലെ സ്റ്റാഫുകളടക്കം പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. മനസ്സിലായി. ആ വഴിക്ക് അവർ ചിന്തിച്ചപ്പോ കുട്ടേട്ടൻ അണ്ടർകവർ ടീമിന്റെ ഭാഗമാണെന്ന് കരുതി പിടിച്ചുകൊണ്ട് പോയതാവും അല്ലേ? അതെ. നമുക്കെന്തായാലും കുട്ടേട്ടൻ ഉടനെ കണ്ടെത്തിയേ പറ്റൂ. ഫോൺ സ്വിച്ച് ഓഫായ സ്ഥലം തൊട്ട് നമുക്ക് അന്വേഷണം തുടങ്ങാം. നമുക്കിറങ്ങാം. ആ ഭാഗത്തുള്ള CCTV ഫുട്ടേജ് അടക്കം എല്ലാം സംഘടിപ്പിക്കണം.